പ്രോഗ്രാമിംഗ് ഇൻ മലയാളം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ പറയാൻ പോകുന്നത് നമുക്ക് നമ്മുടെ ഫ്ലാസ്ക് ആപ്ലിക്കേഷനിൽ എങ്ങനെ ഒരു HTML ഫയൽ റെൻഡർ ചെയ്യാം ഒരു റൂട്ടിൽ നിന്ന് എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തു വെച്ച നമ്മുടെ ബേസിക് ആപ്ലിക്കേഷനാണ്. ഇത് ജസ്റ്റ് ഒരു ഹോം റൂട്ട് അല്ലെങ്കിൽ ഇൻഡെക്സ് റൂട്ട് മാത്രമുള്ള ഒരു ആപ്ലിക്കേഷൻ ഒരു സ്ട്രിങ് റിട്ടേൺ ചെയ്യുന്നു. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ ഒരു HTML ഫയലിൽ നിന്ന് നമുക്ക് ലോഡ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഫ്ലാസ്കിൻ്റെ 2 കൺവെൻഷൻസ് ഉണ്ട് മനസ്സിലാക്കേണ്ടത്. അത് എന്താണെന്ന് വെച്ചാൽ ഫ്ലാസ്ക് എപ്പോഴും HTMLs അല്ലെങ്കിൽ ടെംപ്ലേറ്റ്സ് ലോഡാക്കുന്ന ഫോൾഡർ എന്ന് പറയുന്നത് ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞ ഫോൾഡറാണ്. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ഫോൾഡറിനകത്ത് ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. ആ ഫോൾഡറിൻ്റെ അകത്തു നിന്ന് മാത്രമാണ് HTML ഫയൽസ് ഫ്ലാസ്ക് ഫ്രെയിംവർക്ക് റീഡ് ചെയ്യത്തുള്ളൂ. പിന്നെ അതുപോലെ മറ്റൊരു ഫോൾഡറാണ് സ്റ്റാറ്റിക് എന്ന് പറയുന്നത്. സ്റ്റാറ്റിക് ഫോൾഡർ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ വെബ്സൈറ്റിന് വേണ്ട ഇമേജസ്, സ്റ്റാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സ്റ്റൈൽസ്, ജാവാസ്ക്രിപ്റ്റ്സ്, ഐക്കൺസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കോപ്പി ചെയ്ത് തരുന്ന അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഫോൾഡറാണ് സ്റ്റാറ്റിക്. അപ്പോൾ നമ്മൾ ഈ 2 ഫോൾഡറും ആദ്യം തന്നെ ക്രിയേറ്റ് ചെയ്യണം. ആ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഞാനിവിടെ നമ്മുടെ ടെംപ്ലേറ്റ് ഫോൾഡറിൽ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, index.html എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫയലാണ് ഇനി ഈ ഒരു ഫംഗ്ഷനിൽ നിന്ന് ലോഡ് ചെയ്യിക്കാൻ നോക്കുന്നത്. ബേസിക്കലി HTML ഒരു ബേസ് സ്ട്രക്ചർ പറയാം. HTML ഓപ്പൺ ചെയ്യുന്നത് ഒരു HTML എന്ന് പറയുന്ന ഒരു ടാഗ് വെച്ചിട്ടാണ്. അപ്പോൾ അവിടെ നമ്മളിവിടെ ഡോക് ടൈപ്പ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടൻറ് ടൈപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ബ്രൗസറിൽ നമുക്ക് HTML മാത്രമല്ല മറ്റ് പല ടൈപ്പ് ഓഫ് ഫയൽസ്, അത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വീഡിയോ അല്ലെങ്കിൽ MP3 അങ്ങനെ പല ഫയൽസ് നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ലോഡ് ചെയ്യുന്ന പേജിൻ്റെ ടൈപ്പ് HTML ആണെന്ന് മെൻഷൻ ചെയ്യുന്ന വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഡോക് ടൈപ്പ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു HTML ഫയലിൻ്റെ മെയിൻ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഹെഡ് സെക്ഷനാണ്. ഈ ഹെഡ് സെക്ഷനിൽ ആണ് നമ്മളിവിടെ ടൈറ്റിൽ എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. ഈ ടൈറ്റിൽ ടാഗ് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഇവിടെ ഇപ്പോൾ എഴുതിയിരിക്കുന്ന ടൈറ്റിലാണ്. ഇത് വേറെ ഒന്നും കൊടുക്കാത്തതുകൊണ്ടാണ് ഈ ടൈറ്റിൽ എടുത്തിരിക്കുന്നത്. ആ ടൈറ്റിൽ ടാഗിൻ്റെ കണ്ടൻറ്റ് ഈ ഒരു സ്ഥലത്താണ് വരുന്നത്. പിന്നെ അടുത്ത ടാഗ് എന്ന് പറയുന്നത് മെയിൻ ടാഗ് ബോഡി എന്നുള്ള ടാഗാണ്. ഈ ബോഡി ടാഗിൻ്റെ അകത്താണ് നമ്മുടെ കണ്ടൻറ്റ് വരുന്നത്. HTML പേജ് കണ്ടൻറ്റ് നമ്മൾ കൊടുക്കേണ്ടത് ഈ ബോഡി ടാഗിൻ്റെ അകത്താണ്. പിന്നെ നമ്മൾ ഹെഡ് ടാഗിൻ്റെ അകത്തായിരിക്കും ബാക്കിയുള്ള നമുക്കിപ്പോൾ ചിലപ്പോൾ ഫോൺസ് ലോഡ് ചെയ്യേണ്ടി വരും, സ്റ്റൈൽസ്, CSS ലോഡ് ചെയ്യേണ്ടി വരും. അതൊക്കെ നമ്മൾ കൊടുക്കുന്നത് ഹെഡ് ടാഗിൻ്റെ അകത്താണ്. അപ്പോൾ ഈ ബോഡി ടാഗ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ നമുക്ക് സ്ക്രിപ്റ്റ്സ് ഒക്കെ ഈ ഒരു സെക്ഷനിൽ കൊടുക്കാം. ബോഡി ടാഗിൻ്റെ ക്ലോസിങ് കഴിഞ്ഞിട്ട് ജാവാസ്ക്രിപ്റ്റ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ കൊടുക്കാം. അത് കഴിഞ്ഞ് ഏറ്റവും അവസാനമാണ് HTML ടാഗ് ഓപ്പൺ ആക്കുന്നത്. അപ്പോൾ ഈ ടാഗ് ഓപ്പൺ ചെയ്യുന്നതും ക്ലോസ് ചെയ്യുന്നതും എന്ന് പറഞ്ഞാൽ ഒരു ടാഗ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് വേറൊരു ടാഗ് ഉണ്ടെങ്കിൽ അതിൻ്റെ ക്ലോസിങ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അതിൻ്റെ പുറത്തെ ടാഗ് ക്ലോസ് ചെയ്യാൻ പാടുള്ളൂ. ഈ ഒരു എക്സാമ്പിളിൽ ഏറ്റവും ആദ്യം ഓപ്പൺ ചെയ്തിരിക്കുന്നത് പറയുന്നത് HTML ടാഗാണ്. അപ്പോൾ അതുകൊണ്ടാണ് HTML ടാഗ് ഏറ്റവും അവസാനം ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള ബാക്കി ടാഗുകളെല്ലാം ക്ലോസ് ചെയ്തിരിക്കണം. അപ്പോൾ ഈ ഒരു ടാഗ് ക്ലോസ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ഒരു എററാണ്, അത് മീൻസ് അതൊരു മിസ്റ്റേക്കാണ്. അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അപ്പോൾ നമുക്ക് ഈ ഒരു മെസ്സേജ് ഇങ്ങനെ നമ്മുടെ index.html എന്ന് പറഞ്ഞ ഫയലിലേക്ക് പാസ് ചെയ്യാമെന്ന് നോക്കാം. ഇനി ഇത് ഒരു മെസ്സേജ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് അസൈൻ ചെയ്യുകയാണ്. ഇനി നമുക്ക് യൂസ് ചെയ്യാനുള്ളത് ഇവിടെ റിട്ടേൺ റെൻഡർ ടെംപ്ലേറ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഫംഗ്ഷൻ വന്നിരിക്കുന്നത് പറയുന്നത് നമ്മുടെ ഫ്ലാസ്കിൻ്റെ ഇൻബിൽറ്റ് ഫംഗ്ഷനാണത്. അത് ഞാനിവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ റെൻഡർ ടെംപ്ലേറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ
2 ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ മിനിമം 2 ആർഗ്യുമെൻറ്റ്സ് നമുക്ക് കൊടുക്കാം. അല്ലെങ്കിൽ ഡാറ്റ പാസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ ആർഗ്യുമെൻറ്റ്സ് കൊടുക്കാനും സാധിക്കും. അപ്പോൾ അതിൽ ആദ്യത്തെ ആർഗ്യുമെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ടെംപ്ലേറ്റ് അല്ലെങ്കിൽ നമ്മൾ ലോഡ് ചെയ്യുന്ന HTML ഫയലിൻ്റെ പേരാണ്. അപ്പോൾ ഇത് നമ്മൾ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ ആഡ് ആയിട്ടുണ്ടാകും. നമുക്കൊന്ന് റീലോഡ് ചെയ്ത് നോക്കാം. ഇപ്പോൾ കണ്ടൻ്റ് ഒന്നും ഇല്ല, പക്ഷേ ഇവിടെ ഈ ടൈറ്റിൽ വന്നിട്ടുണ്ട് ഹലോ ഫ്രം ഫ്ലാസ്ക്. അപ്പോൾ അത് ലോഡായിരിക്കുന്നത് നമ്മുടെ ഈ ടൈറ്റിലാണ്. നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് എഡിറ്റ് ചെയ്ത് നോക്കാം. ഞാനൊന്ന് എഡിറ്റ് ചെയ്തപ്പോൾ അത് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ബേസിക്കലി ഒരു ടെംപ്ലേറ്റ് ഫയൽ നമ്മൾ ലോഡാക്കുന്നത്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ സെക്കൻഡ് ആർഗ്യുമെൻ്റായിട്ട് നമ്മുടെ വേരിയബിൾ മെസ്സേജ് എന്ന് പറയുന്ന വേരിയബിൾ നമ്മൾ ഈ ടെംപ്ലേറ്റിലേക്ക് പാസ് ചെയ്യുന്നു. പാസ് ചെയ്ത പേജ് നമുക്ക് ഇവിടെ കണ്ടന്റ് ഇവിടെ ഡിസ്പ്ലേ ആക്കണം. ഇവിടെ ഡിസ്പ്ലേ ആക്കണമെങ്കിൽ ഇവിടെ ഒരു കാര്യമുണ്ട്. അതായത് ഈ HTML പേജിൽ പൈത്തൺ കോഡൊന്നും വർക്കാവില്ല. അപ്പോൾ അതിനു വേണ്ടി നമ്മളൊരു സ്പെഷ്യൽ ടെംപ്ലേറ്റിംഗ് ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ പേരാണ് ജിഞ്ച എന്ന് പറയുന്നത്. അത് ഇൻപുട്ട് എസ്കേപ്പിംഗ് അങ്ങനെ വേറെ ലൂപ്പിംഗ് അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും ഉള്ള ഒരു ടെംപ്ലേറ്റ് ലാംഗ്വേജ് ആണ് ജിഞ്ച എന്ന് പറയുന്നത്. അപ്പോൾ ആ ടെംപ്ലേറ്റ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ HTML ഈ ഡാറ്റ ഡിസ്പ്ലേ ആക്കുന്നത്. പൈത്തൺ കോഡ് ഇവിടുന്ന് ഡാറ്റ ഇങ്ങോട്ട് പാസ്സാകും. ഈ ഒരു കേസിൽ നമ്മൾ മെസ്സേജ് പാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ ഡിസ്പ്ലേ ചെയ്യാമെന്ന് നോക്കാം. അത് കോഡ് എഴുതിയതിന് ശേഷം എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഇതൊരു പി ടാഗാണ്, അതായത് പാരഗ്രാഫ് ടാഗ് എന്ന് പറയുന്നത് HTML കണ്ടന്റ് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് പാരഗ്രാഫ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗാണിത്. ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഈ മെസ്സേജ് വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഇവിടെ പാസ് ചെയ്ത ഫ്ലാസ്ക് സെർവർ ഈസ് റണ്ണിങ് എന്ന് പറയുന്ന മെസ്സേജ് ഇവിടെ പ്രിൻ്റ് ആയിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് റണ്ണായിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ വേരിയബിൾസ് നമ്മളിവിടെ പാസ് ചെയ്യുന്ന വേരിയബിൾസൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആയിരിക്കും. ഈ ഒരു സിൻടാക്സ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ജിഞ്ച സിൻടാക്സ് ആണ്. ജിഞ്ച ടെംപ്ലേറ്റ് സിൻടാക്സ് ആണ് ഈ താഴെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു കേർലി ബ്രാക്കറ്റ് അത് കഴിഞ്ഞൊരു പെർസെൻറ്റേജ്, അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഫോർ സ്റ്റേറ്റ്മെൻറ്റ്സ് പൈത്തണിലൊക്കെ ഉള്ള അതുപോലത്തെ സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യാൻ നേരത്ത് ആ ലൈൻ നമ്മൾ കവർ ചെയ്യേണ്ടത് ഈ ഒരു സിൻടാക്സിൻ്റെ അകത്തായിരിക്കണം. പിന്നെ ഇവിടെ മെസ്സേജ് വേരിയബിൾ കൊടുത്തിരിക്കുന്നത് ഡബിൾ ബ്രാക്കറ്റിലാണ്. ഡബിൾ ബ്രാക്കറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തെങ്കിലും ഔട്ട്പുട്ട് പ്രിൻ്റ് ചെയ്യാനാണ്. നമ്മൾ പൈത്തണിൽ കൊടുത്ത പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റിന് ഈക്വലൻ്റ് ആണ് ഈ ഡബിൾ ബ്രാക്കറ്റിലെ മെസ്സേജ് എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കീവേഡ്സ് യൂസ് ചെയ്യുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഈഫ് അല്ലെങ്കിൽ ഫോർ എന്ത് കീവേഡ് യൂസ് ചെയ്യുന്ന സ്ഥലത്തൊക്കെ നമ്മൾ ഈ ഒരു സിൻടാക്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് ജിഞ്ചയുടെ ടെംപ്ലേറ്റിംഗ് ലാംഗ്വേജിൻ്റെ സിൻടാക്സ് ആണ്. അപ്പോൾ ഇതിൽ ഇപ്പോൾ നമ്മളൊരു ഇഫ് കണ്ടീഷൻ്റെ മെസ്സേജ് എന്ന് പറഞ്ഞ സാധനം ഡിക്ലെയർ ആണെന്ന് ചെക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ ഔട്ട്പുട്ട് മെസ്സേജ് ഇല്ല എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. നമുക്ക് വേണമെങ്കിൽ ഈ വേരിയബിളിൻ്റെ പേര് മാറ്റി കഴിഞ്ഞാൽ ഇത് ചെക്ക് ചെയ്യാം എന്തായിരിക്കും ഔട്ട്പുട്ട് വന്നതെന്ന്. നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട് നോ മെസ്സേജസ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ബേസിക്കലി ഇങ്ങനെയാണ് നമ്മളൊരു ഡാറ്റ അല്ലെങ്കിൽ വേരിയബിൾ പാസ് ചെയ്തിട്ട് ഒരു ടെംപ്ലേറ്റ് ലോഡ് ചെയ്യുന്നത്. ഇത് നിങ്ങൾ ഇൻസ്പെക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാനിവിടെ ക്രോം ബ്രൗസറാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഈ ആരോമസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടൻറ്റ് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ പി ടാഗിൽ അഥവാ നമ്മുടെ പാരഗ്രാഫ് ടാഗിൽ ഇത് ഓപ്പൺ ആയിട്ടുണ്ട്.
നമുക്കൊരു എലമെൻറ്റ് സെലക്ട് ചെയ്യണമെങ്കിൽ ഈ ആരോയിൽ ക്ലിക്ക് ചെയ്ത് അവിടെ ക്ലിക്ക് ചെയ്താൽ ഈ എലമെൻറ്റ് സെലക്ട് ആവുന്നതാണ്. ഇനി നമുക്ക് ഒരു if സ്റ്റേറ്റ്മെൻറ്റ് മാത്രമല്ല, നമുക്ക് ഇതിൽ ഫോർ ലൂപ്പ് നമ്മൾ പൈത്തണിലൊക്കെ പഠിച്ചിട്ടുള്ള പോലെ ഫോർ ലൂപ്പ് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ഒരെണ്ണം ചെയ്ത് നോക്കാം. ഇവിടെ പുതിയൊരു റൂട്ട് ആഡ് ചെയ്യാണ്. യൂസേഴ്സ് എന്ന് പറഞ്ഞൊരു റൂട്ടാണ്. അപ്പോൾ അതിൽ നമ്മളൊരു പുതിയ ഫങ്ഷൻ ആഡ് ചെയ്യുന്നു. അതിൽ നമ്മളിവിടെ യൂസേഴ്സ് എന്ന് പറയുന്ന ഒരു ലിസ്റ്റാണ്, ലിസ്റ്റ് ഓഫ് ഡിക്ഷണറിയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് നെയിം എന്ന് പറയുന്ന അട്രിബ്യൂട്ട് ഉണ്ട്. കൂടാതെ ഏജ് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ടും കൊടുക്കുന്നു. അപ്പോൾ നമുക്കൊരു 2 ഐറ്റംസ് ആ ഡിക്ഷണറിയിൽ കൊടുത്തു നോക്കാം. ഇത് നമ്മൾ പുതിയൊരു ടെംപ്ലേറ്റിലേക്ക്, നമ്മളിവിടെ ഈ ടെംപ്ലേറ്റിൽ ഒരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. users.html എന്ന് പറയുന്ന ഫയലാണ്. അപ്പോൾ ബേസിക് സ്ട്രക്ചർ സെയിം ആയതുകൊണ്ട് ഞാൻ ഈ കണ്ടൻറ്റ് കോപ്പി ചെയ്യണം ഇങ്ങോട്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ടെംപ്ലേറ്റ് നമ്മൾ ഇങ്ങോട്ട് പാസ് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ പാസ് ചെയ്യുന്ന ടെംപ്ലേറ്റ് എന്ന് പറയുന്നത് യൂസേഴ്സ് എന്ന ടെംപ്ലേറ്റിലേക്കാണ് നമ്മൾ ഡാറ്റ ലോഡ് ചെയ്യുന്നത്. നമ്മൾ കൊടുക്കുന്ന വേരിയബിൾ എന്ന് പറഞ്ഞാൽ യൂസേഴ്സാണ്. നമ്മൾ ആ യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ടെംപ്ലേറ്റ് ആണ് ഈ ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇനി ഇങ്ങനെ നമ്മൾ കൊടുത്ത ലിസ്റ്റ് എങ്ങനെ ലൂപ്പ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ അകത്ത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു ഡാറ്റാബേസ് എന്ന് വരുന്ന ഡാറ്റ, ആക്ച്വൽ ഡാറ്റയും നമ്മൾ ഇതുപോലൊക്കെ തന്നെയാണ് പ്രിൻ്റ് ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മളൊരു സ്റ്റാറ്റിക് വേരിയബിളിൽ നിന്ന് കൊടുക്കുന്നു എന്നുള്ളൂ. അപ്പോൾ നമ്മളൊരു ടേബിളിനകത്ത് ഈ ഡാറ്റ ഡിസ്പ്ലേ ചെയ്യാനാണ് നോക്കുന്നത്. ഇത് HTML-ൻ്റെ ടേബിൾ ടാഗാണിത്. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ടേബിൾ ഹെഡാണ്, അഥവാ ടേബിളിൻ്റെ ടൈറ്റിൽ വരുന്ന സെക്ഷനാണിത്. നമ്മളിവിടെ നെയിം എന്നും കൊടുക്കുന്നു. കൂടാതെ ഏജ് എന്നും കൊടുക്കുന്നു. നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ട കാര്യങ്ങളാണത്. ഇനി ഹെഡ് കഴിഞ്ഞാൽ ടേബിളിന് വരുന്ന അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ബോഡി, അഥവാ ടേബിളിൻ്റെ ബോഡി. നമ്മൾ കണ്ടൻറ്റ് ഡിസ്പ്ലേ ചെയ്യുന്ന സെക്ഷനാണ് ഈ ടേബിൾ ബോഡി എന്ന് പറയുന്നത്. ടാഗ്സ് കറക്റ്റായിട്ട് ക്ലോസ് ചെയ്താൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഇനി ഈ ടേബിൾ ബോഡിയുടെ അകത്താണ് നമ്മൾ നമ്മുടെ യൂസേഴ്സ് ലൂപ്പ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഇനി എങ്ങനെ ലൂപ്പ് ചെയ്യണമെന്ന് നോക്കാം. നമ്മൾ ഏത് ടാഗ് ഇതിൽ കൊടുത്താലും ഇതിൽ നമുക്ക് ആ ഒരു ബ്ലോക്ക് എൻഡ് ചെയ്യണം. പൈത്തണിലെ പോലെ എൻഡ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാതിരുന്നാൽ സാധിക്കില്ല. നമ്മളിവിടെ ഈഫ് കൊടുത്തപ്പോൾ ഇവിടെ ലാസ്റ്റ് എൻഡ് ഈഫ് കൊടുത്തു. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ ഫോർ കൊടുക്കുമ്പോൾ എൻഡ് ഫോർ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ടാണ് അത് നമ്മൾ എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ടേബിൾ ബോഡിയിലെ ഓരോ റോ എന്നാണ് പറയുന്നത്. ആ റോയിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന TR എന്ന് പറയുന്ന ടാഗ് വെച്ചിട്ടാണ്, അതായത് ടേബിൾ റോ. ആ ടേബിൾ റോയിലെ ഓരോ ഡാറ്റയും നമുക്ക് കൊടുക്കുന്നത് TD എന്ന് പറയുന്ന ടാഗിനകത്താണ്. TD എന്ന് പറയുന്നത് ടേബിൾ ഡാറ്റ എന്നതിനർത്ഥം. നമുക്കിവിടെ 2 ഡാറ്റയാണുള്ളത്. ഒന്ന്
നെയിമും രണ്ടാമത്തെ ഡാറ്റ എന്ന് പറയുന്നത് ഏജുമാണ്. അപ്പോൾ അത് നമുക്ക് പ്രിൻ്റ് ചെയ്യണം. എങ്ങനെയാണെന്ന് നോക്കാം. ഡിക്റ്റ് എന്ന് പറഞ്ഞ വേരിയബിളിൽ ഡോട്ട് നെയിം എന്ന് കൊടുത്താൽ നെയിമും ഡിക്ഷണറിയിൽ തന്നെ നമുക്ക് ഏജ് എന്ന് പറഞ്ഞ പാരാമീറ്ററും കിട്ടുന്നതാണ്. ഇത് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. URL എന്ന് പറയുന്നത് ഹോം URL അല്ല, യൂസർ ഡിസ്പ്ലേ ചെയ്യുന്ന URL എന്ന് പറഞ്ഞാൽ /users ആണ്. അപ്പോൾ നമുക്കിത് കൊടുത്തപ്പോൾ ഈ ഡാറ്റ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പം നിങ്ങളോട് ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇത് ഒരു കാണാനൊരു ക്ലീനായിട്ട് അല്ലെങ്കിൽ ഒരു നല്ലൊരു ഫോർമാറ്റ് ചെയ്തിട്ടല്ല ഇത് വന്നിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ ഇതിന് സ്റ്റൈല് ഇല്ലാത്തതുകൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ ഫസ്റ്റ് വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു, HTML എന്ന് പറയുന്നത് നമ്മുടെ കണ്ടൻറ്റിൻ്റെ സ്ട്രക്ചർ മാത്രമേ കൊടുക്കുകയുള്ളൂ. ഇപ്പോൾ നമുക്ക് സ്റ്റൈൽ കൊടുക്കണമെങ്കിൽ നമ്മൾ സ്റ്റൈൽ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് സ്റ്റൈൽ എങ്ങനെ ആഡ് ചെയ്യണമെന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സ്റ്റാറ്റിക് എന്ന് പറയുന്ന ഫോൾഡറിൽ നിന്നാണ് സ്റ്റൈൽസൊക്കെ നമുക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ അവിടെ ഞാനൊരു സ്റ്റൈൽ ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മുടെ ടെംപ്ലേറ്റിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് നോക്കാം. നമ്മൾ സ്റ്റൈൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഹെഡ് ടാഗിൻ്റെ അകത്താണ്. അത് ലിങ്ക് എന്ന് പറയുന്ന ടാഗ് വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അതിൽ ഇവിടെ സ്റ്റൈൽ ഷീറ്റ് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് കൊടുത്തിട്ട് അതിൽ href എന്ന് പറയുന്ന ഒരു ടാഗ് ഉണ്ട്. ആ ടാഗ് എന്താണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റൈൽ ഫയലിൻ്റെ ലൊക്കേഷനാണ്, ഫയൽ എവിടെയാണ് കിടക്കുന്നത് എന്നുള്ള ലൊക്കേഷനാണ് അവിടെ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി നമ്മുടെ ഫ്രെയിം വർക്കിൽ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് URL4 എന്ന് പറയുന്നത്. ആ URL4 എന്ന് പറയുന്ന ഫംഗ്ഷൻ വെച്ചിട്ടാണ് നമ്മുടെ ഇമേജസ് അല്ലെങ്കിൽ സ്റ്റൈൽസ്, ജാവാസ്ക്രിപ്റ്റ് അതിൻ്റെയൊക്കെ പാത്ത് എടുക്കുന്നത് ആ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഫംഗ്ഷൻ ഇവിടെ യൂസ് ചെയ്ത് നോക്കാം. URL4 എന്ന് പറയുന്ന ഫംഗ്ഷൻ 2 പാരാമീറ്ററാണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്. ഒന്ന് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റാറ്റിക് ഫയൽസിൻ്റെ ലൊക്കേഷൻ, ഫോൾഡറിൻ്റെ പേര് നമ്മളിവിടെ സ്റ്റാറ്റിക് എന്നതിനാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തത് എന്ന് പറയുന്നത് ഫയൽ നെയിമാണ്. ഫയൽ നെയിം നമ്മുടെ കേസിൽ ഇവിടെ style.css ആണ്. നമുക്ക് ഈ ടാഗിനെ ഓപ്പൺ ചെയ്യണം, ക്ലോസ് ചെയ്യണം. അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് റീറൺ ചെയ്ത് നോക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതൊരു സ്ട്രക്ചറിൽ ബോർഡറും കളറൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ലോഡായിരിക്കുന്നത് സ്റ്റൈൽ ഈ ഒരു ഫയലിൽ നിന്നാണ്. അപ്പോൾ ഇത് CSSൻ്റെ ബേസിക്സൊക്കെ നമുക്ക് കുറച്ച് അറിയണം ഇത് ചെയ്യണമെങ്കിൽ. എന്നാലും കുറച്ചൊരു ഓവർവ്യൂ പോലെ ഞാൻ പറയാം. നമ്മളൊരു ടാഗിന് സ്റ്റൈൽ കൊടുക്കണമെങ്കിൽ ആദ്യം ആ ടാഗിൻ്റെ പേര്, പിന്നെ ബ്രാക്കറ്റിൻ്റെ അകത്താണ് നമ്മൾ ഓരോ സ്റ്റൈൽസ് കൊടുക്കുന്നത്. ഓരോ സ്റ്റൈൽസിനും CSSൽ ഒരു നെയിം ഉണ്ടാവും. അപ്പോൾ അതിന് സ്പെസിഫിക് ആയിട്ട് മൾട്ടിപ്പിൾ വാല്യൂസ് ഉണ്ടാവും. ഇപ്പോൾ ഈ ഒരു കേസിലാണെങ്കിൽ ടേബിൾ എന്ന് പറയുന്ന ടാഗ് നമ്മൾ യൂസ് ചെയ്യാറില്ല. ഈ ടേബിൾ എന്ന് പറഞ്ഞ ടാഗിനാണ് നമ്മൾ സ്റ്റൈൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിന് നമ്മളിവിടെ ഫോണ്ട് മെൻഷൻ ചെയ്ത് കൊടുത്തേക്കുന്നതാണ് ഈ കാണുന്നത്. പിന്നെ അതുപോലെ വിഡ്ത്ത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ അടുത്ത എലമെൻറ്റ്സ് ആണ് TD, TH എന്നൊക്കെ പറയുന്നത് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ള ഈ എലമെൻറ്റ്സ് ആണ്. അതിന് സ്റ്റൈൽ കൊടുത്തേക്കുന്നതാണ് ഈ കാണുന്നത്. ഇത് ബാക്ക്ഗ്രൗണ്ട് കളറാണ് കൊടുത്തേക്കുന്നത്. കളറ് നമുക്ക് ഹെക്സാഡെസിമൽ വാല്യൂസോ അല്ലെങ്കിൽ RGBയോ ആയിട്ടാണ് കളർ കൊടുക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് സ്റ്റൈൽ ആട്രിബ്യൂട്ട്സ് ഉണ്ട്. അപ്പോൾ അത് വരുന്ന ഓരോ വീഡിയോയിലൊക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ബേസിക്കലി നമ്മുടെ ഈ വീഡിയോയുടെ കണ്ടൻറ്റ് നമ്മൾ പറഞ്ഞത്. ഒരു പാരാമീറ്റർ എങ്ങനെ പാസ് ചെയ്യാം, ഒരു ടെംപ്ലേറ്റ് എങ്ങനെ നമുക്ക് ഫ്ലാസ്ക് യൂസ് ചെയ്ത് ലോഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയുടെ ഓവർവ്യൂ എന്ന് പറയുന്നത്. നമ്മൾ അടുത്ത വീഡിയോയിൽ കൂടുതൽ അഡ്വാൻസ്ഡ് കാര്യങ്ങൾ പഠിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു കാര്യം ചെയ്ത് തന്നെ നോക്കുക. പിന്നെ നേരത്തെ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്, നിങ്ങൾ നമ്മുടെ സെർവർ ഇവിടെ Ctrl+C അടിച്ചിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോഴും നമ്മൾ സ്റ്റിൽ നമ്മുടെ വെർച്വൽ എൻവയൺമെൻറ്റിൻ്റെ അകത്ത് തന്നെയാണ്. അപ്പോൾ അത് എക്സിറ്റ് ആവണമെങ്കിൽ നമുക്ക് ഡീആക്ടിവേറ്റ് എന്ന് പറയുന്ന ഒരു കമാൻഡ് ഉണ്ട്. അടിച്ചു കഴിഞ്ഞാൽ
വിർച്വൽ എൻവയോൺമെൻറ്റിൻ്റെ പുറത്തേക്ക് നമ്മൾ വരുന്നതാണ്. അപ്പോൾ ഇതാണ് ഈ വീഡിയോയുടെ ബേസിക് നമ്മളിപ്പോൾ പഠിച്ച കണ്ടൻസ്. അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നതാണ്.